وسلم دائما أبدا على حبيبك خير الخلق كلهم. وصل هنينا وصل بدرا وصل أحدا أنواع تغربهم والعتب كيف جرى. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. هم الرجال بلا هم الجبال بلا كالدهر في همة بل سادة كبار. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ونسأل الله خلق الأنام بهم والسيد المصطفى أن يقضي الوطر. وصل وسلم دائما أبدا على حبيبك خير الخلق كلهم. وأن ينجي من كل البلاء ومن الآفات في الدين والدنيا ومن سقرا. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. والصلاة على هذا النبي وآله والصحابة ما بدر السماء سرى. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. صلوا وسلم على خير البشر محمد. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبالشهداء البدرين وسائر الصحابة أجمعين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقي والداء القامي والوباء القاطع إنك مجيب سامع. اللهم نور بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمارنا. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد صلى الله عليه وسلم وآله الأبرار وأصحابه الأخيار. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, നല്ലവരായ കാരണവന്മാർ, ചെറുപ്പക്കാർ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തുറ്റ പ്രവർത്തകനായ ശിഹാബുദ്ദീൻ എന്ന ചെറുപ്പക്കാരന്റെ കല്യാണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹികൾ പാടിപ്പുകഴ്ത്തുന്ന ഒരു മജ്ലിസിലാണ് നാം ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരത്തിലുള്ള മജ്ലിസ് ആ കല്യാണത്തിലുടനീളം ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുന്ന ഒരു മജ്ലിസായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നീട്ടി സംസാരിക്കുകയില്ല. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു മഹത്തായ സദസ്സ് കാണുമ്പോൾ അതിയായ സന്തോഷം തോന്നുകയാണ്. കാരണം പലപ്പോഴായി പലയിടങ്ങളിലും പല നാടുകളിലും പല വീടുകളിലും കല്യാണത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന സദസ്സുകളെല്ലാം പ്രായപൂർത്തിയായ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റിയിട്ട്
ഡാൻസും അതുപോലെ തന്നെ പാട്ടുപാടിപ്പിക്കുന്ന ശൈലിയാണ് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. അതിൽ നിന്നെല്ലാം വളരെ വേറിട്ട് നിർത്തുന്ന ഒരു രീതിയിലാണ് ഇവിടെ നമ്മുടെ സഹോദരന്റെ വീട്ടിൽ സുഹൃത്തിന്റെ കല്യാണ ചടങ്ങിൽ അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ധാരാളം സാദാത്തുക്കളുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, നാളെയുടെ ഇസ്ലാമിന്റെ കാവൽഭടന്മാരായ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ദീനീ ബോധമുള്ള ഉപ്പമാരും ചെറുപ്പക്കാരും ഉമ്മമാരും സഹോദരിമാരും ഉണ്ട്. ഈ അടുത്ത് പുത്തൂരിന്റെ പ്രാദേശിക പത്രമായ ശുദ്ധി വിടുകടയിൽ ഒരു വിഷയം പുറത്തു വന്നപ്പോൾ വളരെയധികം അത്ഭുതത്തോടെയാണ് നാം അത് വായിച്ചത്. ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സിനിമാ താരനെ കുറിച്ച് ആ പത്രത്തിൽ പരിചയപ്പെടുത്തുകയാണ്. ആ സിനിമാ താരൻ വേറെ ആരുമല്ല, പലപ്പോഴായി ചെറുപ്പക്കാർ നെഞ്ചിലേക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യന്റെ സമ്പത്തിന്റെ അളവ് എത്രയാണ് എന്ന് ആ പത്രം അതിന്റെ വിഷയം പുറത്തുവിടുകയുണ്ടായി. അതിൽ പറഞ്ഞത് ഏകദേശം 2680 കോടിയിലേറെ കോടിയുടെ മുതലാളിയാണ് മിസ്റ്റർ ഷാറൂഖ് ഖാൻ എന്നതാണ്. ആ മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് ആ പത്രത്തിൽ പുറത്തു വന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഷാറൂഖ് ഖാൻ എന്ന ഈ മനുഷ്യൻ ഒരു കല്യാണ സദസ്സിൽ വന്ന് 1 മിനിറ്റ് ഇരുന്നാൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരുപാട് സാദാത്തുക്കളുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട്. ഈ മുത്തഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ അവരുടെ സമയങ്ങളിൽ പ്രാഥമിക ആവശ്യത്തിനെ മാറ്റിവെച്ചാൽ മറ്റുള്ള സമയങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ ദീനിയായ ഇൽമുകൾ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരാണ്. ആ ചെലവഴിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്റെ കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗുരുദാ മജ്‌ലിസിൽ വന്ന് ഒരുമിച്ച് കൂടുക എന്നത് തീർച്ചയായും ഈ വീട്ടുകാരുടെയും ഈ നാട്ടുകാരുടെയും എല്ലാ ഇസ്ലാമിന്റെ മുഹിബ്ബീങ്ങളുടെയും ഏറ്റവും വലിയ സൗഭാഗ്യമായി നിങ്ങൾ കാണേണ്ടതാണ്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ആ ഷാറൂഖ് ഖാൻ എന്ന മനുഷ്യൻ ഒരു കല്യാണ ചടങ്ങിൽ പോയി ഒരു ചീഫ് ഗസ്റ്റായി പങ്കെടുക്കണമെങ്കിൽ 1 മിനിറ്റിന് 26 ലക്ഷം രൂപ ആ മനുഷ്യന് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ മനുഷ്യൻ ഒരു കല്യാണ ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി വരൂ. ഈ അടുത്ത് ബോംബെയിൽ ഒരു കല്യാണം നടന്നു. ആ കല്യാണ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി ഷാറൂഖ് ഖാൻ പോയി. അവിടെ കൊടുത്ത പണം എത്രയാണെന്നറിയോ? കേവലം അരമണിക്കൂർ മാത്രം ആ കല്യാണ ഓഡിറ്റോറിയയിൽ ഇരിപ്പിടം ഉറപ്പിച്ചപ്പോൾ 5 കോടി രൂപയാണ് ആ കല്യാണത്തിന്റെ ആളുകൾ ഷാറൂഖ് ഖാനിന് കൊടുത്തത്. ദുബൈയിൽ ഒരു കല്യാണം നടന്നു. ആ ദുബൈ കല്യാണ ചടങ്ങിൽ വെച്ച് അരമണിക്കൂർ മാത്രം ഷാറൂഖ് ഖാൻ ഇരുന്നപ്പോൾ 8 കോടി രൂപയാണ്, നിങ്ങൾ ആലോചിക്കണം, ആ മനുഷ്യന് കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ 2860 കോടികൾ ആ മനുഷ്യന്റെ അക്കൗണ്ടിൽ ഇല്ലാതിരിക്കുമോ സുഹൃത്തുക്കളെ? ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കല്യാണ വേദികളിൽ സിനിമാ താരന്മാരെയും ക്രിക്കറ്റ് താരന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും വ്യക്തിത്വങ്ങളെയും പങ്കെടുപ്പിക്കുന്ന ഒരു ശൈലിയും ഒരു പ്രവണതയും നമുക്ക് നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കുമ്പോൾ, മറുഭാഗത്ത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറിയിട്ട് തോന്നിവാസത്തിന്റെ അശ്ലീലമായ പാട്ടുകളും ഗാനങ്ങളും ആലപിക്കുന്ന നേരത്ത് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇദാ ഫഅലത് ഉമ്മത്തി 15 ഖസ്ല, എന്റെ സമുദായം മുസ്ലിമീങ്ങൾ 15 കാര്യങ്ങൾ ചെയ്താൽ ഹല്ല ബിഹൽ ബലാഉ, ആ സമുദായത്തിന് നാശം സംഭവിക്കുന്നത് ഉറപ്പാണ്. ആ 15 കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞത്, ഇദാ വഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്, സ്റ്റേജിൽ കയറിയിട്ട് പാട്ടുപാടുന്ന ഭീകര
അംഗമിമാര് അതല്ലെങ്കിൽ പാട്ടുപാടുന്ന പ്രായമുള്ള പെൺകുട്ടികളെ രംഗത്ത് വന്നാൽ തീർച്ചയായും അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇന്ന് ഒരുപാട് മുസ്ലിം വീടുകളിൽ കല്യാണത്തോടക്കാര് സ്റ്റേജിൽ കയറിയിട്ട് ഈ പ്രായമുള്ള പെൺകുട്ടികളെ കൂടെ ഡിസ്കോ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഒരുപാട് സിനിമാ ഗാനങ്ങൾ അവിടുന്ന് മൈക്കിലൂടെ പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ അതിൽ നിന്നെല്ലാം ഓടിട്ട് നിർത്തുന്ന വിധത്തിൽ അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനായ ശിഹാബുദ്ദീനിന്റെ കല്യാണത്തോട് അനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു മഹത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാനോളം പുകഴ്ത്തുന്ന ഖസീദത്തുൽ ബുർദ എന്ന മജ്ലിസ് സംഘടിപ്പിക്കുക എന്നത് തീർച്ചയായും ഇനിയുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ വലിയ ബറക്കത്തിന്റെ മഹത്തായ ശൈലികൾ കാണാൻ കഴിയുമെന്നതാണ്. പലപ്പോഴായി മുസ്ലിമീങ്ങളുടെ കല്യാണങ്ങൾ നടക്കുന്നു. ആ കല്യാണങ്ങൾ നടന്നാൽ പിറ്റേന്ന് തന്നെ ത്വലാഖാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇങ്ങനെയുള്ള പ്രവണതയാണ് മുസ്ലിമീ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരാള് എന്നോട് ഒരു വിഷയം പറഞ്ഞപ്പോൾ വളരെ അത്ഭുതത്തോടെ ഞാനത് കേട്ടു. അതെന്താണെന്നറിയുമോ? ഒരാളെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് പിറ്റേന്ന് രാവിലെ നിങ്ങൾ ആലോചിക്കണം, ആ പെണ്ണിന്റെ പിതാവ് ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുകയാണ്. എന്തിനാ ചെല്ലുന്നത്? മകളെ ഒന്ന് കാണണം എന്ന്. ആ മകളെ കാണാൻ വേണ്ടി കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടപ്പോഴേക്ക് ഭർത്താവിന്റെ വീട്ടിലേക്ക്, അതല്ലെങ്കിൽ അമ്മോശൻ, ഇവിടെ കാക്കാന്ന് പറയും, കേരളത്തിൽ അമ്മോശൻ എന്ന് പറയും, ആ അമ്മോശൻ സ്വന്തം മകളെ വീട്ടിൽ, അതായത് മരുമകന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ് ആ മകൾ വളരെ വിഷമത്തോടെ ശക്തമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കരച്ചില് രംഗം കണ്ടപ്പോൾ സ്വന്തം പിതാവ് ചോദിച്ചു, മോളെ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് നീ കരയാനായോ? ആ സമയത്ത് ആ പെണ്ണുമോൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഉപ്പാ, ഇവിടെ എന്റെ ഭർത്താവിന്റെ കൂടെ ദാമ്പത്യ ജീവിതത്തിന്റെ വല്ലതിയിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ആ ഭർത്താവിന്റെ കൂടെ സന്തോഷങ്ങളുടെ ബാഷ്പങ്ങൾ പങ്കുവെക്കുന്ന നേരത്ത് അതിൽ നിന്ന് തീർച്ചയായും ആ ഭർത്താവിന്റെ പിതാവ്, ഭർത്താവിന്റെ മാതാവ് വികാരം സൃഷ്ടിക്കുന്നു. ഉപ്പ ഒരിക്കലും ഭർത്താവിന്റെ കൂടെ സന്തോഷമായ ജീവിതം കാഴ്ചവെക്കാൻ ആ ഭർത്താവിന്റെ മാതാവും പിതാവും അനുവദിക്കുന്നില്ല. അവരതിന് തടസ്സമായി നിൽക്കുന്നു, വികാരം സൃഷ്ടിക്കുന്നു എന്ന് ആ പിതാവ് പറഞ്ഞുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതിന്റെ പേരിൽ ത്വലാഖിൽ വരെ എത്തിക്കഴിഞ്ഞു. പിന്നീട് ആലോചിക്കുമ്പോൾ കല്യാണം വലിയ ആഡംബരത്തോടെയാണ് നടന്നത്. ഏതാണ് ആഡംബരം? ഒരുപാട് ആളുകൾ കൂടിയെന്നതല്ല, ഒരുപാട് തോന്നിവാസങ്ങൾ ആ കല്യാണത്തിന്റെ തലേന്ന് രാത്രി ഈ പെണ്ണിന്റെ വീട്ടിലും ആണിന്റെ വീട്ടിലും നടന്നിരുന്നു. അതെന്താണെന്നറിയുമോ? ഒരുപാട് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറി തോന്നിവാസം അശ്ലീല പാട്ടുകൾ പാടാൻ തുടങ്ങി. ഒരുപാട് പ്രായമുള്ള ചെറുപ്പക്കാർ സ്റ്റേജിൽ കയറിയിട്ട് ഈ പ്രായമുള്ള പെൺകുട്ടികളെ കൂടെ അവിടുന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുകയുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ കല്യാണത്തിന്റെ തലേന്ന് അത്തരത്തിലുള്ള ബറക്കത്ത് തീരെ ഇല്ലാത്ത, അതല്ലെങ്കിൽ ഷർറ് മാത്രം ഇറങ്ങി വരുന്ന മജ്ലിസുകൾ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ കല്യാണത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ അല്ലാഹു തആല ബറക്കത്തിനെ ഉയർത്തിക്കളഞ്ഞു എന്നതാണ്. നമ്മുടെ കല്യാണം അത്തരത്തിലുള്ള കല്യാണമാകാൻ പാടില്ല. കല്യാണ ദിവസത്തിൽ മാത്രമല്ല സന്തോഷമുണ്ടാകേണ്ടത്. ഏറ്റവും പ്രധാനമായി കല്യാണം കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്ന ദിവസങ്ങളിലും ദിനരാത്രങ്ങളിലാണ് ഏറ്റവും അധികം സന്തോഷമുണ്ടാകേണ്ടത്. ആ സന്തോഷമുണ്ടാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഒരു കാര്യം വളരെ ഗൗരവത്തോടെ ഞാൻ ഉണർത്തുകയാണ്. കല്യാണത്തോട് അനുബന്ധിച്ച് തലേന്ന് രാത്രി നടക്കുന്ന പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാനോളം പുകഴ്ത്തപ്പെടാൻ കാരണമാകുന്ന ഖസീദത്തുൽ ബുർദയിലൂടെ നമുക്ക് സന്തോഷം പങ്കുവെക്കാൻ കഴിയണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. തീർച്ചയായും അമിതമായി സന്തോഷിക്കുന്നവനെ അല്ലാഹ് ഇഷ്ടപ്പെടുകയില്ല. സന്തോഷിക്കുക, ബുർദയുടെ സദസ്സുകളിൽ പങ്കെടുത്ത് സന്തോഷിക്കുക. അമിതമായി വഴിവിട്ട സന്തോഷം ഒരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോൾ ഇത്തരത്തിലുള്ള മജ്ലിസ് വളരെയധികം ശ്ലാഘിക്കേണ്ട മജ്ലിസാണ്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാനോളം പുകഴ്ത്തുന്ന
നടക്കുന്ന മജ്ലിസാണ്. ഓ മുഅ്മിനീങ്ങളെ, ഖസീദത്തുൽ ബുർദ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആ ഖസീദത്തുൽ ബുർദ രചിച്ചതാരാണ്? ഇമാം മുഹമ്മദുൽ ബൂസീരി റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം സ്നേഹിച്ച മഹാനാണ്. ആശിഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെച്ച മഹാനാണ്. ആ നബി തങ്ങളെ പ്രിയം വെച്ച ബൂസീരി ഇമാമിന് അവിടുന്ന് ഒരു രോഗം പിടിപെട്ടപ്പോ അവിടുന്ന് ഒരു തീരുമാനമെടുത്തു. എന്റെ രോഗം ശിഫയാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനുള്ള മാർഗം ഒന്നേയുള്ളൂ, എന്റെ രാജാവിനെ പാടി പുകഴ്ത്തണം. എന്റെ രാജാവായ മുഹമ്മദ് റസൂലുള്ളാഹി. അതിന്റെ അർത്ഥം അല്ലാഹുവിനേക്കാൾ വലിയ രാജാവ് എന്നല്ല, പിന്നെയോ ഇന്നമ സയ്യിദുല്ലാഹ്, യഥാർത്ഥത്തിലെ രാജാവ് ഒന്നേയുള്ളൂ, അവൻ അല്ലാഹു മാത്രമാണ്. അതേ സമയത്ത് സാന്ദർഭികമായി പറയുമ്പോൾ